ഹലോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്ന് നമ്മളുള്ളത് അജ്മീറിലാണ്. അജ്മീറിൽ നമ്മൾ ഇന്ന് രാവിലെ തന്നെ നേരത്തെ എണീച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ച നമ്മളെന്ന് പറഞ്ഞാൽ അജ്മീറിലെ ദർഗയിലെ കാഴ്ച കാണാനാണ് പോകുന്നത്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വെൽക്കം ടു ട്രാവൽ റൂട്ട്സ്. ഇറ്റ്സ് മീ റിഷാദ് വിത്ത് ഫാത്തിമ സദഫ്. ഗൈസ്, അപ്പം നമ്മൾ ഖാജ മൊയിനുദ്ദീൻ ചിഷ്ടിൻ്റെ ദർഗയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, എന്തൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെയുള്ള നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂഫി ദർഗകളിൽ ഒന്നാണ് ഖാജ മൊയിനുദ്ദീൻ ചിഷ്ടിയുടെ മക്ബറ അടങ്ങുന്ന അജ്മീർ ഷെരീഫ് ദർഗ. ഇറാനിൽ ജനിച്ച അദ്ദേഹം ദക്ഷിണേഷ്യയിലുടനീളം സഞ്ചരിക്കുകയും അജ്മീറിൽ താമസമാക്കുകയും ചെയ്തു. 1236 അജ്മീറിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. 1332 ദില്ലി സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക് ഒരു ദർഗ നിർമ്മിച്ചു. അവിടെ എല്ലാ മതങ്ങളിലുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കാനും അനുഗ്രഹം ചോദിക്കാനും അവർ അനുവാദം നൽകി. അങ്ങനെ അജ്മീർ ഷെരീഫ് ദർഗയുടെ ഘടന വിപുലീകരിക്കപ്പെട്ടു. ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾ ജാതിഭേദമന്യേ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനായി അജ്മീറിലെത്തും. ദർഗനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഷോപ്പുകളും കാര്യങ്ങളും, പിന്നെ ഒരുപാട് സൈക്കിൾ റിക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് കയറിയെങ്കിലും പക്ഷേ വീഡിയോ തീരെ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് ഒരു വിധം അങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, ചോദിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ. അപ്പോൾ ഗൈസ്, നമ്മളിതാ അവിടെ നിന്നും ഇറങ്ങി റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. ഇത് ഒരു ലേക്കാണ് കേട്ടോ. എന്താണ് ലേക്കിൻ്റെ പേര്? അപ്പോൾ ആനാസാഗർ ലേക്കാണ്. ഒരു വലിയ ലേക്കാണ്, അടിപൊളി ലേക്കാണ്. നമ്മൾ ഇവിടെ ഒന്നും അധികം സ്പെൻഡ് ചെയ്യാൻ നിൽക്കില്ല, ഒരുപാട് ടൈം വേസ്റ്റ് ആവും. ഇപ്പം നല്ല റഷ് ഉണ്ട് അപ്പുറത്ത്. എന്തായാലും ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് ക്യാമൽ റൈഡും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗം കൂടെ പോയിട്ട് നേരെ ജയ്പൂരിലേക്കാണ് പോകുന്നത്. ഇതാണ് ഈ ലേക്കിൻ്റെ ഒരു വ്യൂ കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ, അതായത് ഇത് രാജസ്ഥാനിലെ ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് പുഷ്കർ അല്ലേ? അപ്പോൾ പുഷ്കർ ഇവിടെ അതായത് രാജസ്ഥാൻ്റെ പൈതൃകങ്ങളും കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതേമാതിരി ക്യാമൽ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് ജസ്റ്റ് ഒരു ഹൈലൈറ്റ് പോലെ നമുക്കൊന്ന് നോക്കിയിട്ട് നേരെ ജയ്പൂരിലേക്ക് പോകാൻ നോക്കാം. പുഷ്കറിൻ്റെ ഭാഗങ്ങളാണ്, രണ്ട് സൈഡിലും മലകൾ, നല്ല അടിപൊളി വ്യൂ, നല്ല തണുപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ സ്ഥലം. അത് നമുക്ക് റൈറ്റ് സൈഡിൽ നല്ല ഒരു അടിപൊളിയായിട്ടുള്ള മലകൾ, എന്താ രസം. ഇതൊക്കെ മരുഭൂമിയാണെന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് അതിനേക്കാളും അത്ഭുതം. മരുഭൂമിയിലാണ് ഇങ്ങനത്തെ ഇത്ര നല്ല പ്രതിഭാസങ്ങൾ കാണുന്നത്, അതാണ് അതിൻ്റെ അത്ഭുതം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ പുഷ്കർ എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ്. ഇവിടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. രണ്ട് ഭാഗത്തും ടൂറിസ്റ്റുകൾക്കുള്ള സാധനങ്ങൾ വാങ്ങാനും നോർമൽ കച്ചവടക്കാരും എല്ലാവരും ഉണ്ട്. അപ്പം ഇവിടാണ് ക്യാമൽ റൈഡ് അല്ലേ? അതിലാണ് ക്യാമൽ റൈഡ് നിൽക്കുന്നത്. നൈസ്. ഒരു കുഴപ്പമില്ലാത്തൊരു സ്പോട്ട്. എന്തെങ്കിലുമൊക്കെ വാങ്ങാം, എൻജോയ് ചെയ്യാം, അങ്ങനെ പോവാം.
ചെറിയൊരു മാർക്കറ്റാണെന്ന് പറയുവാണെങ്കിൽ സഫുദ്. രണ്ട് ഭാഗത്തും കച്ചവടക്കാരും ഇവിടുത്തെ തനത് ശൈലിയിലുള്ള സാധനങ്ങളാണ് വിൽക്കുന്നത്. രാജസ്ഥാനികളുടെ ഒരു വലിയ മാർക്കറ്റ്. ഇത് സംഗതി വലിയ മാർക്കറ്റ് തന്നെയാണ്. എന്ത് വാളും കാര്യങ്ങളൊക്കെ. അതെ, എനിക്ക് തോന്നുന്നു ക്യാമൽ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സംഗതികളും പിന്നെ റൈഡിങ്ങിന് അതൊക്കെ കണ്ടാവും. അതൊക്കെ വാളും കാര്യങ്ങളൊക്കെയാണ്. ട്രഡീഷണൽ പക്ക ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് നല്ലതായിട്ട് എന്തായാലും ഗുജറാത്തി രാജസ്ഥാനി സ്റ്റൈലിൽ ഇങ്ങനൊരു മാർക്കറ്റ് അടിപൊളിയായി എന്തായാലും. ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത ഞങ്ങളങ്ങനെ ഇറങ്ങാനൊന്നും നിൽക്കില്ല. ക്യാമൽ റൈഡ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതാ നേരെ കാണുന്ന ക്യാമൽ റൈഡ് സിമ്പിളായിട്ട് നല്ല അടിപൊളി പല്ലക്ക് മാതിരിയുള്ള, നിങ്ങൾ കാണുന്നുണ്ടറിയില്ല, പല്ലക്ക് മാതിരിയുള്ള സംഗതിയിൽ ഒരു ക്യാമൽ റൈഡ്. നൈസ്. ഇതാണ് ക്യാമൽ റൈഡ്. നല്ല പല്ലക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്യാമൽ വെച്ചിട്ട് അങ്ങനെ റൈഡ് ചെയ്ത് പോകും. അതാണ് ഇതിൻ്റെ ഒരു ഇത്. പുഷ്കറിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇതാ നേരെ പോകുന്ന ജയ്പൂരിലേക്കാണ്. ജയ്പൂരിൻ്റെ എന്തൊക്കെയുണ്ട് കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണണം. ഓ ഏതാ വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ മക്കളെ, പൊളിച്ച് തകർപ്പ വ്യൂ. മലകൾ ഇങ്ങനെ ഒന്ന് ഇടവിട്ടല്ലാണ്ട് കൂടിച്ചേർന്ന മലകൾ. പൊളി പൊളി. മരുഭൂമിയിലൂടെ പോകുമ്പോഴുള്ള കാഴ്ച ഒട്ടകങ്ങളുടെ കൂട്ടം. ഇവിടെ മെയിൻ ഒട്ടകങ്ങളാണല്ലോ. ഇവർ വലിയൊരു വണ്ടി വലിക്കും. ആ വണ്ടിയിൽ 5-6 പേര് ഇരുന്നിട്ടാണ് നേരത്തെ കണ്ട പുഷ്കർ എന്ന സ്ഥലത്ത് സവാരി നടത്തുന്നത്. പക്ക മരുഭൂമി കൂടെയുള്ള പോക്കാണ് ഇപ്പോൾ പോകുന്നത്. ഫുള്ള് പക്ക മരുഭൂമി. പക്ഷെ നമ്മൾ മറ്റ് UAE-ലൊന്നും കാണുന്ന പോലെ ഡെസേർട്ടല്ല, പൂഴിയല്ല, പക്ക ഡ്രൈ ആയിട്ടുള്ളൊരു മരുഭൂമി കാര്യങ്ങളാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നല്ല റോഡുമല്ല. എന്തായാലും നല്ലൊരു ഹൈവേയിലേക്ക് പിടിക്കണം. അതിനുള്ള പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര ഒട്ടകങ്ങൾ! വാവ്, ഇതൊരു പുതിയ അറിവ്. ഇതിന് മുകളിലും നമ്മളെ മുട്ടും കൈൻ്റെ അതുള്ള മാതിരി ഇതിൻ്റെ കാലിന് ഇവിടെ അങ്ങനെ ഉണ്ട്. ഇതാ നമ്മൾ ജയ്പൂരിലേക്കുള്ള യാത്രയിലാണ്. NH-48 തന്നെ കയറിയിട്ടുണ്ട്. നല്ല രസകരമായിട്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. രണ്ട് സൈഡും മരുഭൂമികളാണ്. നമ്മൾ അത്രയും ടയർഡല്ല, സഫുവിന് കുറച്ച് ഉറക്കം വന്നപ്പോൾ അതെ ഫുഡ് കഴിച്ചപ്പോൾ നന്നായിട്ട് ഉറക്കുക. നല്ല ഉറങ്ങിയതപ്പോൾ വണ്ടി അങ്ങോട്ട് ഡബിൾ സ്റ്റാൻഡ് വെച്ചു. ഒരു പെട്രോൾ പമ്പിലായിരുന്നു. അവിടുന്ന് ഇതും ചോദിച്ചു, ഒരു ചെയറും ചോദിച്ചു. ഞാൻ ആ ചെയർ ഇട്ട് സൈഡിലിരുന്നു. നല്ല ഹെൽപ്പൊക്കെ ചെയ്തു. പക്ഷെ നമ്മൾ അങ്ങനെ നിന്നില്ല. ടഫ് സുഖമായിട്ടില്ല. കാലും കയറ്റി വെച്ച് നല്ല സുഖമായിട്ട് ഡബിൾ സ്റ്റാൻഡ് ഇട്ട് വണ്ടിൻ്റെ മുകളിൽ കടന്നുറങ്ങിയ ഒരു 3/4 മണിക്കൂറോളം കിടന്നുറങ്ങി. പിന്നെ നമ്മളങ്ങനെ ജയ്പൂർ എത്തിയിട്ടുണ്ട്. ജയ്പൂരിൽ നിന്നും ഇനി ഹവാ മഹലിലേക്ക് ഏകദേശം 20 മിനിറ്റേ ഉള്ളൂ. ഹവാ മഹൽ ടൗണിൽ തന്നെയാണ് ഏകദേശം എനിക്ക് തോന്നുന്നു. ഒരു ടൈം കൊണ്ടിട്ട് ടൗണൊക്കെ നോർമൽ പോലെ തന്നെ നമ്മളെല്ലായിടത്തും കണ്ടുവരുന്ന ബസ്സിൻ്റെ ട്രാക്കും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അത് എല്ലാവിധ മറ്റേ നമ്മുടെ മുംബൈ, പൂനെ, അതേമാതിരി സൂറത്ത്, ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവന്ന ആ സെയിം ബസ് ട്രാക്ക് സിസ്റ്റം ഇവിടെയുണ്ട്. അത് നല്ല ബെനിഫിറ്റ് ആയിട്ടാണ് ഞാൻ തോന്നുന്നത് ഈ നാട്ടുകാർക്ക്. കാരണം വെയിറ്റ് ചെയ്യാണ്ട് ആവശ്യം വരുന്നില്ല. എപ്പോഴും ഫ്രീ ആയിരിക്കും. ബസ് ബ്ലോക്കിലോ കാര്യങ്ങളൊന്നും കുടുങ്ങാതെ നമ്മൾ പോയിക്കോളും. പണി കഴിയാത്ത മെട്രോ അല്ല, പണി കഴിഞ്ഞ മെട്രോ തന്നെയാണ്. അതാ വരുന്ന മെട്രോ. നല്ല മെട്രോ അല്ലേ, നൈസ്, നല്ല മെട്രോ. താഴത്ത് ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തന്നെ അവിടെയുണ്ട്. എല്ലാം കൂടും മിക്സ്ഡാണ്. എന്തായാലും ഒരു സ്മാർട്ട് സിറ്റി ആണെന്ന് തോന്നുന്നു അല്ലേ മൊത്തത്തിൽ. സ്കൂട്ടറിനെ കട്ട് ചെയ്ത് ചെറുതാക്കി ഓട്ടോറിക്ഷ കേട്ടോ. നോക്കി നിങ്ങൾ 3, 4, 5, 6 പേരും പോവാം കുഴപ്പമില്ലാണ്ട്. നമ്മളെ ബൈക്ക് ഓടിക്കുന്ന അതേ സുഖത്തിൽ തന്നെയാണ് ഈ ഓട്ടോറിക്ഷ. അതായത് ഹാൻഡിലാണ് സെയിം ഓട്ടോൻ്റെ സിസ്റ്റം തന്നെ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ, വെറൈറ്റി. ഫൈനലി ഹവാ മഹൽ റീച്ച് ആയിട്ടുണ്ട്. അടിപൊളി എൻട്രൻസും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടായിരിക്കും പോണേ. ഓ പൊളി, നൈസ്.
ഇവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആ ഹവാ മഹലിനോട് ഏകദേശം സാദൃശ്യമുള്ള രീതിയിലാണ് പണിഞ്ഞിരിക്കുന്നത്. രണ്ട് ഭാഗത്തും കണ്ടോ, ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലാണെങ്കിലും ആ ഒരു സ്റ്റൈലാണ്. ഈവൻ നമ്മളെ റോഡിൻ്റെ അതിർത്തി വരെ അങ്ങനത്തെ ഒരു സ്റ്റൈല്, അതായത് അത് ആ കൾച്ചറും ആ ഒരു കാര്യങ്ങളും കീപ്പ് ചെയ്തുകൊണ്ടിട്ടുള്ളൊരു ഒരു സിറ്റിയാണ് ഇത് ശരിക്കും പറയണമെങ്കിൽ. പോകുമ്പോഴുള്ള കാഴ്ചകൾ കേട്ടോ, ഞാൻ നേരത്തെ അതേ പറഞ്ഞ ഞാൻ നേരത്തെ വേറെ വഴിക്കായിരുന്നു വന്നത്, അതേപോലെ തന്നെ ഇപ്പുറത്തെ വഴിക്കും രണ്ട് സൈഡും ആ ഹവാമഹലിൻ്റെ അതേ ഒരു കളറിലും അതേ ഒരു സ്ട്രക്ചറിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കറക്റ്റ് രണ്ട് സൈഡിലായിട്ട് ബിൽഡിങ്ങും കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് എന്തായാലും. അപ്പോൾ ഗൈസ്, എൻ്റെ ബാക്കിലുള്ളതാണ് ഹവാ മഹൽ. നല്ല അടിപൊളി സ്ട്രക്ചറും കാര്യങ്ങളാണ്, നല്ല കളർ ഗ്രേഡിങ്, കളറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതായത് ഈ പ്രദേശം മൊത്തം ഈ കളറിലാണുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സഫൂനെ കൊണ്ട് പറയിപ്പിച്ചു തരാം കേട്ടോ. സോ ഗൈസ്, ഇതാണ് ഹവാ മഹൽ. കാറ്റുകളുടെ മാളിക എന്നാണ് ഹവാ മഹൽ എന്ന പേരിന്റെ അർത്ഥം. 1799 മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഈ മാളിക പണി കഴിപ്പിച്ചത്. ജരോഗകൾ എന്നറിയപ്പെടുന്ന ചുവന്ന മൺകല്ലിൽ തീർത്ത 953 ജനാലുകൾ ഈ മാളികക്കുണ്ട്. ലാൽചന്ദ് ഉസ്ത എന്ന ശില്പിയാണ് ഇതിന്റെ പണി തീർത്തത്. 5 നിലകളിലായുള്ള ഈ മാളിക സ്ത്രീകൾക്ക് പുറംലോകം വീക്ഷിക്കാനായി പണി തീർത്തതാണ്. അപ്പോൾ ഗൈസ്, നമ്മളിതാ ആഗ്രയിലേക്ക് പോകുന്ന വഴിക്ക് NH-21 അതിൽ കയറി. അപ്പം ആഗ്രയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു റൂമുണ്ട്. രാത്രി ഏകദേശം 8-8:30 ലൈറ്റ് ആയിട്ടുണ്ടെന്നതാണ്. അപ്പോൾ ഇവിടെ റൂം എടുത്തു, ഇവിടെ താമസിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ നാളെ നേരെ ആഗ്ര പോകണം, താജ്മഹൽ കാണണം എന്നാണ് ഒരു പ്ലാന്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് സൈനിങ് ഓഫ് ബൈ റിഷ.